കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 7. നമ്മൾ 19 ഭഗവാൻ പറയാൻ തുടങ്ങി, രണ്ടാമത് അല്ലേ. അപ്പോൾ അതെന്താണ് പറയണ ഭഗവാൻ വെച്ചാൽ, ഈവൻ മനുഷ്യർക്ക് വിശേഷബുദ്ധി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഭഗവത് തത്വം അറിയണമെന്ന് ഔത്സുക്യം ഉള്ളവർ അത് സ്വയം ചിന്തിച്ച് അവനവനെ തന്നെ ഉദ്ധരിക്കാം. അതായത് അവനവൻ തന്നെ നല്ലോണം ആലോചിച്ച് ഈ ലോകത്തിലത്തെ സ്ഥിതികളൊക്കെ കണ്ട് നശ്വരത്വം മനസ്സിലാക്കിയിട്ട് അവനവന് തന്നെ അവനവനെ ഉദ്ധരിക്കും. അതാണ് വേണ്ടത്. ഒരു ഗുരുവിൻ്റെ ഭാരമല്ല ഒരു ആളെ ഉദ്ധരിക്കണത്. ഗുരുവിന് ഗൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ആ ആളെന്നെ വേണം, സാധകൻ തന്നെ വേണമല്ലോ എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇനി അതന്നെയാണ് ഒന്നും കൂടിയും പറയണം കേട്ടോ. 20 ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷത തത് പ്രത്യക്ഷാനുമാനാഭ്യം ശ്രേയോസാവനുവിന്ദതേ. അതിലെന്താ പറയണ വെച്ചാൽ, ഭഗവാൻ പറയണത് ഇപ്പം അഥവാ ഒരു ഗുരുവിനെ കിട്ടിയിട്ടില്ലെങ്കിലും സാരമൊന്നുമില്ല, നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. എന്താണ്? ആത്മനഃ ഗുരു, അവനവൻ്റെ ഗുരു ആത്മാ ഏവ, അവനവൻ തന്നെയാണ്. വിശേഷതഃ പുരുഷസ്യ, പ്രത്യേകിച്ച് മനുഷ്യന്. കാരണം നമുക്ക് വിശേഷബുദ്ധി നൽകിയിട്ടുണ്ട് ഭഗവാൻ ഇല്ലേ. എന്താ വെച്ചാൽ അസൗ, ഈ മനുഷ്യൻ പ്രത്യക്ഷാനുമാനാഭ്യാം, അതായത് നമ്മളെ ചുറ്റും കാണുന്ന പ്രത്യക്ഷമായിട്ട് കാണുന്ന സത്യങ്ങളെയൊക്കെ നല്ലോണം നോക്കി മനസ്സിലാക്കി അനുമാനം ചെയ്ത് ശ്രേയ അനുവിന്ദത, ഏതാണ് ശ്രേയസ്സെന്ന് നോക്കി കാണാൻ സാമർഥ്യമുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് വിശേഷബുദ്ധി തന്നിട്ടുണ്ട്, അത് ഉപയോഗിക്കാൻ ഞാൻ നിവൃത്തിയില്ലല്ലോ എന്ന്. അതായത് അവനവൻ്റെ ഗുരു അവനവൻ തന്നെയാണ്. പ്രത്യേകിച്ച് മനുഷ്യന്, വിശേഷബുദ്ധിയുള്ള മനുഷ്യന് എന്താ വെച്ചാൽ പ്രത്യക്ഷമായിട്ട് നാലുപുറം കാണുന്നതും അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ശ്രേയസ്സാണ്. അത് കാണാനുള്ള കഴിവ് ശരിക്കും മനുഷ്യനുണ്ടാകുന്നത്. എന്താ വെച്ചാൽ ഈ വിശേഷബുദ്ധി ഭഗവാൻ നൽകിയത് എന്തിനാണ്? ഈ പ്രപഞ്ചം നശ്വരമാണെന്നും നമ്മുടെ ബ്രഹ്മെന്നോ പരമാത്മാവെന്നോ അല്ലെങ്കിൽ ആത്മാവെന്നോ അല്ലെങ്കിൽ നമ്മൾ ആ ബോധം എന്നുള്ള സത്യം ഉണ്ടല്ലോ, ബോധം, അത് എന്നുമുള്ളതാണ്, അത് ഇറ്റേണലാണ്. മറ്റത് ജഡമൊക്കെ പ്രപഞ്ചമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതൊക്കെ ജഡാണ്. ഉദിക്കണു അസ്തമിക്കണു അല്ലേ. അതുപോലെ തന്നെ ജനനമുണ്ട്, മരണമുണ്ട്. അപ്പോൾ നമ്മളെ ഈ ദേഹവും അനശ്വരമല്ല. എന്നാൽ അനശ്വരമായിട്ട് എന്താ ഉള്ളത്? ഞാനുണ്ട്. ജനിക്കുമ്പോഴും അതെ ഞാനുണ്ടെന്നുള്ള തോന്നലുണ്ട്, മരിക്കുമ്പോഴും ഞാൻ മരിക്കണു എന്ന് തോന്നുന്നുണ്ട് ഇല്ലേ. എൻ്റെ ദേഹം മരിക്കണു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഞാൻ അല്ലെങ്കിൽ ആ ബോധസത്യം മാത്രമേ എല്ലാ സമയത്തും ഉള്ളൂ. അത് നമ്മളെ ഉറപ്പിക്കലാണ് ശരിക്കും ശ്രേയസ്സിനുള്ള ഏറ്റവും വലിയൊരു ഒരു 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 സഹായം. അതാണ് നമ്മളെ സനാതനായിട്ടുള്ള ആ ആത്മാവാണ് എന്ന് നമ്മളെ ഉറപ്പിക്കുക. അതായത് നമുക്ക് നോക്കിയപ്പോൾ സൂര്യനും ചന്ദ്രനും കൂടിയും അതിൻ്റെ ശക്തി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ സൂര്യൻ്റെ തന്നെ ആ എനർജി കുറേ കഴിഞ്ഞ് സൂര്യൻ ഇല്ലാതെയാവും. എത്ര കാലം എടുത്താൽ കഴിയും എന്നർത്ഥം, പൂർണ്ണമല്ല. അത് സൂര്യൻ നമ്മൾ ബ്ലാക്ക് ഹോളൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ സദാ നമ്മുടെ ശരീരം പോലെ തന്നെ അധികം സമയം എടുക്കുന്നുണ്ട്, ജീർണിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമുക്കിനി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയൊക്കെ കഥ പോട്ടെ, നമ്മളെ ആയസ്സിൽ കാണില്ല ജീർണിക്കണത്. പക്ഷേ നമ്മുടെ നാല് പുറമുള്ള മനുഷ്യന്മാരും ജീവികളും ഒക്കെ അവരൊക്കെ നശിക്കുന്നുണ്ട്, നശിക്കുന്നുണ്ട് അല്ലേ. മാത്രമല്ല ഇനി നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ ഇല്ലാത്ത ദേഹം ധരിച്ചവരും ഒക്കെ ഇതുപോലെ തന്നെയാണ്. നമുക്ക് ഒരാളെങ്കിലും പിന്നെ ഈ ഇറ്റേണലായിട്ട് ജീവിക്കണം നമ്മൾ കണ്ടിട്ടില്ല, എത്ര കേമനാണെങ്കിലും. അപ്പോൾ നമുക്ക് തന്നെ ശരിക്കും ആലോചിച്ചറിയാം എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ എന്തൊക്കെ അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ മാറി വന്നാലും ആ അനുഭവിക്കണം ഞാൻ ഒന്നെ. അതാലോചിച്ച് നോക്കൂ. ദുഃഖം വരുമ്പോൾ ദുഃഖം അനുഭവിക്കുന്ന ഞാനും നല്ല സുഖമായി സന്തോഷമായി നമ്മൾ കുറച്ച് കാലം നല്ല സുഖമായിട്ട് ആ ഞാനും ഒന്നെന്നെയല്ലേ. എന്തൊക്കെ നമ്മുടെ അവസ്ഥ മാറിയാലും അനുഭവിക്കുന്ന ആ ഞാൻ എന്ന ബോധം ഒന്നെന്നെയാണ്.
ഞാൻ തന്നെയാണ് ജനിച്ചത്, ആ ഞാൻ തന്നെയാണ് മരിക്കുകയും ചെയ്യണത്. അപ്പോൾ ജനിച്ചത് മുതൽ മരിക്കണ വരെ ആ ബോധം ഒരേപോലെ നിൽക്കുകയാണ്. എൻ്റെ അനുഭവങ്ങളിൽ കൂടെ ഒക്കെ ഞാൻ ദുഃഖം അനുഭവിക്കുമ്പോഴും സുഖം അനുഭവിക്കുമ്പോഴും ആ ഞാൻ എന്നുള്ളത് ഒരു മാറ്റം ഇല്ലാതെ നിൽക്കുകയാണ്. ശരീരമേ മാറുന്നുള്ളൂ, അവസ്ഥകളും മാറുന്നുണ്ട്, നമുക്ക് വരുന്ന അനുഭവങ്ങളും മാറുന്നുണ്ട്. പക്ഷെ ആ അനുഭവിക്കണം ഞാൻ അതേപോലെ നിൽക്കുന്നു. അതിന് നമുക്ക് എന്ത് ഊഹിക്കാം? അതിനൊരിക്കലും മാറ്റമില്ല. ജനിക്കുന്നതിന് മുമ്പും മരിച്ചാലും ഞാൻ എന്ന ആ ബോധം അതുപോലെ നിൽക്കും. ആ ആ ആ ഒരു ബോധം ഒരു വ്യക്തിയുടെ ഒരു മാറ്റവും ഇല്ലാതെ എല്ലാ സമയത്തും ഒരുപോലെ അനുഭവബോധമായിട്ട് ഉണ്ടെങ്കിൽ അതന്നെയാണ് പൂർണ്ണമായിട്ടുള്ള സത്യം. അങ്ങനെ നമ്മളെ വിചാരം ചെയ്ത് അവനവനെ അവനവൻ തന്നെ ഉദ്ധരിക്കണം എന്ന്. അതായത് ആത്മസാക്ഷാത്കാരത്തിന് ഒരു ഗുരുവിൻ്റെ സഹായം ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം, ഒരു ഗൈഡൻസ്. അല്ലാതെ ഗുരു ഇല്ലാതെ ഒരിക്കലും ഒരാൾക്കും ആത്മസാക്ഷാത്കാരം പറ്റില്ല എന്ന് പറയണേനെ ആക്ച്വലി ഇവിടെ ഭഗവാൻ തന്നെ അതിനെ അല്ല എന്ന് പറഞ്ഞു. അവനവൻ തന്നെ ആത്മാൻ ഉദ്ധരതേ, അല്ലേ? നമുക്ക് നമ്മളതിനെ ഉദ്ധരിക്കാം. ഗുരു ഉണ്ടെങ്കിൽ അതൊരു സഹായമാവുന്നേ ഉള്ളൂ. ശരിക്കും നമുക്ക് തന്നെ ഈ പ്രത്യക്ഷവും പരോക്ഷമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ജഗത്തിൻ്റെ നശ്വരതയും ഈ നമ്മുടെ ശരീരത്തിൻ്റെ നശ്വരതയും മനസ്സിലാക്കിയിട്ട് നശ്വരമായിട്ട് ഒന്നേ ഉള്ളൂ, അത് അനുഭവിക്കുന്ന ആ ബോധം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. അത് ഉറപ്പ് വരുത്തിയാൽ അതന്നെയാണ് ആത്മസാക്ഷാത്കാരം. അതന്നെയാണ് ആത്മസാക്ഷാത്കാരം. എന്താ? ഞാൻ ഇതൊന്നുമല്ല, ആ നിത്യസത്യ ശുദ്ധമായിട്ടുള്ള ആ ബോധം തന്നെയാണെന്ന്. അത് ആവാം എന്നാണ് അപ്പോൾ ഈ ശ്ലോകത്തിൽ പിന്നെ ഭഗവാൻ പറഞ്ഞത് കേട്ടോ. ഇനി അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്, അല്ലേ? വിശേഷബുദ്ധി ഉണ്ടാവുകൊണ്ട് ഈ ലോകത്തിലത്തെ അനുഭവങ്ങൾ കണ്ടും അതൊക്കെ അതിനെപ്പറ്റി ചിന്തിച്ച് നമുക്ക് അങ്ങനൊരു ഞാൻ ഈ ബോധമാണെന്ന് എത്താൻ സാധിക്കും വേണമെങ്കിൽ എന്ന് പറയുകയാണ്. ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷത യത് പ്രത്യക്ഷാനുമാനാഭ്യം ശ്രേയോ സാവനുവിന്ദതേ. അത് ശരിക്കും ആ ഒരു കാര്യം വളരെ ശരിയാണ് തോന്നുന്നല്ലേ? ഈ ബോധം നമുക്ക് ഏതവസ്ഥയിലും നമ്മൾ തന്നെ ആ ഞാൻ എന്ന് പറയാൻ ആളാണ്. ദുഃഖവും സുഖവും ഒക്കെ അനുഭവിക്കണം, സുഖവും ദുഃഖവും മാറി വരുന്നുണ്ടെങ്കിലും, അല്ലേ? അപ്പം അത് വളരെ ഒരു കൺവിൻസിങ് ആയിട്ട് തോന്നും. ഇനി പുരുഷത്വേ ച മാം ധീരാഹ സാഖ്യയോഗ വിശാരദ ആവിസ്തരാം പ്രപശ്യന്തി സർവശക്ത്യുപബൃംഹിതം. ഏതാണ്? 21. എന്താണ്? പുരുഷത്വേ ച, അതായത് മനുഷ്യ ശരീരത്തിൽ തന്നെ സാഖ്യയോഗ വിശാരദാഹ, സാഖ്യം യോഗത്തിലൊക്കെ നല്ല പ്രാവീണ്യം, അതായത് നല്ല യോഗത്തിൽ നല്ല സാമർഥ്യമുള്ളവർ, ധീര, അങ്ങനത്തെ ബുദ്ധിമാന്മാർ, സർവശക്ത്യുപബൃംഹിതം, ഈ ജ്ഞാനം ഐശ്വര്യം അങ്ങനത്തെ ശക്തികളൊക്കെ നിറഞ്ഞ മാം എന്നെ ആവിസ്തരാം പ്രത്യക്ഷമായി പ്രപശ്യതി കാണുന്നു എന്ന്. എന്താണ് ഇതിൽ പറഞ്ഞു വെച്ചാൽ, ഈ മനുഷ്യജന്മം അതായത് വിശേഷ ബുദ്ധി ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുല്ലോ കപിലോപദേശത്തിൽ സാഖ്യയോഗമൊക്കെ. അപ്പോൾ സാഖ്യയോഗം ഒക്കെ അല്ലെങ്കിൽ അഷ്ടാംഗയോഗമൊക്കെ അനുഷ്ഠിച്ചിട്ട് അതിലൊക്കെ നല്ല പ്രാവീണ്യം പ്രാപിച്ചിട്ട് ആത്മാവിനെ അവർ വ്യക്തമായിട്ട് അറിയുന്നുണ്ട് യോഗം കൊണ്ട്. അതായത് അവർക്ക് ഈ യോഗങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടൊക്കെ തന്നെ പിന്നെന്താണ് അങ്ങനെ പലരും എന്നെ പൂർണ്ണമായിട്ട് അറിയുന്നവരുണ്ടെന്ന്. അതായത് ഈ മനുഷ്യ ശരീരം എടുത്ത സമയത്ത് തന്നെ വലിയ യോഗശാസ്ത്രങ്ങളൊക്കെ അഭ്യസിച്ച് നല്ല ബുദ്ധിയും കഴിവുള്ളവർ ഈ ഞാൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ഭഗങ്ങളും പൂർണ്ണമായിട്ടുള്ള എന്നെ പ്രത്യക്ഷമായിട്ട് അവർ അനുഭവിക്കുകയെ കാണുകയും ചെയ്യുന്നുണ്ട്. അവർ വ്യക്തമായിട്ട് അറിയുന്നുണ്ട് പലരും യോഗത്തിൽ കൂടെ. അതാണ് ഒരു പ്രത്യക്ഷമായിട്ടുള്ളൊരു ഇത്. അങ്ങനെയും ചിലർക്കൊക്കെ നല്ല യോഗാനുഷ്ഠാനം നല്ലോണം ചെയ്ത് എന്നെ അറിയണവരുണ്ട്. എൻ്റെ ആ പരിപൂർണമായിട്ടുള്ള ഐശ്വര്യവും ജ്ഞാനവും അറിയണവരുണ്ട്. എന്നിട്ടോ പുരുഷത്വേ ചമാം ധീര സാഖ്യയോഗ വിശാരദാഹ, സാഖ്യയോഗത്തിലൊക്കെ വിശാരദന്മാരെ പറഞ്ഞാൽ നല്ല സാമർഥ്യമുള്ളവരെ, അതൊക്കെ പഠിച്ചവരെ. ആവിസ്തരാം പ്രപശ്യന്തി സർവശക്തിവബൃംഹിതം,
ഇനി പിന്നെ പറയണ അതുകൊണ്ട് മനുഷ്യജന്മം അത്ര ദുർലഭമാണെന്നാൽ മാത്രമല്ല അത്ര നമുക്ക് ഒരു അനുഗ്രഹമാണ്. ഏകദ്വിത്രിചതുഷ്പാദോ ബഹുപാദസ്തഥാപദ ബഹ്വഃ സന്തി പുരസൃഷ്ടാസ്താസാം മേ പൗരുഷീ പ്രിയാം. പ്രിയ. അപ്പോൾ ഇനി എന്താ 22 ഏകദ്വിത്രിചതുഷ്പാദ, ഒരു കാല്, 2 കാല്, 3 കാല്, 4 കാല്, ബഹുപാദ, കുറേ കാലുകളുള്ള, തഥാ അപദ, അതുപോലെ പാദങ്ങളില്ല, കാലില്ലാത്തവരും ഉണ്ടല്ലോ, ബഹ്വ്യപുര, അനേകം ശരീരങ്ങൾ. അപ്പം പാമ്പിനാണെങ്കിൽ പിന്നെ ഇതില്ലല്ലോ, കാലില്ലല്ലോ, ഉരകം അല്ലേ, മാറോണ്ടല്ലേ നടക്കണം, ഉരസ് കൊണ്ട് നടക്കണു. പിന്നെ ഇപ്പം ഈ കുറേ കാലുകളുള്ള ഈ ഷഡ്പദങ്ങൾ, അതായത് വണ്ട ജാതിക്കൊക്കെ 5-6 കാലമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ 8 കാലിക്ക് 8 കാലുണ്ട് അല്ലേ, ഒറ്റ കാലായിട്ടുള്ളതുണ്ട്, 2 കാലായിട്ടുള്ള മനുഷ്യന്മാർ, പിന്നെയോ 3 കാലുള്ള ജീവികളുണ്ട്, 4 പാദങ്ങളുള്ള ഈ പശുജാതിക്കാർ, അങ്ങനെയൊക്കെ ഉണ്ട്. സൃഷ്ടാസന്ധി, ഇവരെയൊക്കെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ഭഗവാൻ പറയുകയാണല്ലോ ഉദ്ധവനോട്. താസാം, അതിൽ വെച്ചിട്ട് മേ, എനിക്ക്, പൗരുഷി, ഈ മനുഷ്യ ശരീരം പ്രിയ, എനിക്ക് ഏറ്റവും അതിൽ മനുഷ്യ ശരീരമാണ് ഇഷ്ടം. ഭഗവാൻ തന്നെയാണ് എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കണം അല്ലേ. 1 കാലുള്ള, 2 കാലുള്ള, 3 കാലുള്ള, 4 കാലുള്ള, അനവധി കാലുള്ളത്, ആ കാലില്ലാത്ത, ഇങ്ങനെ പല ശരീരങ്ങളും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശരീരം ഏതാണ്? മനുഷ്യ ശരീരമാണ് എന്നാണ് ഭഗവാൻ ഇതിൽ പറയണത്. എന്താ കാരണം എന്നൊക്കെ പറയട്ടോ. ദ്വിത്രിചതുഷ്പാദോ ബഹുപാദസ്തഥാപദ ബഹ്വഃ സന്തി പുരസൃഷ്ടാസ്താസാം മേ പൗരുഷി പ്രിയ. നമുക്ക് മാത്രമേ വിശേഷ ബുദ്ധി ഉള്ളൂ, അതാണ്. ഇനി അത്ര മാം മാർഗയന്ത്യഥാ യുക്താ ഹേതുഭിരീശ്വരം ഗൃഹ്യമാണൈർഗുണൈർലിംഗൈ അഗ്രാഹ്യമനുമാനത. ഇനി എന്താ പറയണേ ഭഗവാൻ 22 പിന്നെ അത്ര, ഈ മനുഷ്യ ശരീരത്തെ, മനുഷ്യരാണ് ഏറ്റവും എനിക്ക് പ്രിയം എന്ന് പറഞ്ഞുല്ലോ. എന്നിട്ട് പറയാണ്, ഈ മനുഷ്യ ശരീരത്തിൽ യുക്താഹ, നല്ല യുക്തിയോടുകൂടി ചിന്തിക്കുന്ന, ഒരു തെറ്റൊന്നുമില്ലാത്ത മനുഷ്യന്മാരെ, ഗൃഹ്യമാണ് ഈ ജ്ഞാനം, നമ്മളിപ്പോൾ പറഞ്ഞ ജ്ഞാന വിഷയങ്ങളെ, ഗുണൈഹി, ബുദ്ധി കൊണ്ട്, ലിംഗൈഹി, ലിംഗങ്ങളാൽ, അഗ്രാഹ്യം, അറിയുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട്, ഈശ്വരം മാം, ഇതിനെയൊക്കെ ഈ ബുദ്ധിയുടെയൊക്കെ പിന്നിലുള്ള എന്നെ, ഹേതുഭി, കാരണങ്ങളെ കൊണ്ട്, അനുമാനപ്രമാണം കൊണ്ട് സാക്ഷാൽ അന്വേഷിക്കുന്നു. അപ്പം എന്താണ് ഈ നല്ല ബുദ്ധിയുള്ള, വിശേഷ ബുദ്ധിയുള്ള ഈ മനുഷ്യൻ എന്താ ചെയ്യാച്ചാൽ, അതായത് നല്ല വിവേകമുള്ളവർ എന്താ ചെയ്യാച്ചാൽ, ഈ മനുഷ്യജന്മത്തിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും നമുക്ക് ഈ ഭഗവത് തത്വം അല്ലെങ്കിൽ ഈ ജ്ഞാനം നമുക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ട് അവർ ഈ ഇന്ദ്രിയങ്ങൾക്കും അതീതനായ എന്നെ അന്വേഷിക്കണം. അതായത് നമുക്ക് ഈ പിന്നെ ഇത് ഉപയോഗിക്കേണ്ടി വരും, മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ ഉപയോഗിക്കണം അവിടെ എത്താൻ, അതിനതീതമായിട്ട് പോവാൻ. അപ്പോൾ അതിനതീതാണ് ആ മനസ്സും ബുദ്ധിയൊക്കെ നൽകുന്നതാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിനും ബുദ്ധിക്കും അതീതനായ എന്നെ ശരിക്കും അന്വേഷിക്കും. അപ്പോൾ പിന്നെ അതുകൊണ്ട് അത് എൻ്റെ ഈ ബുദ്ധിയും ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കണത് തന്നെ അതിൻ്റെ പിന്നിലുള്ള ശക്തിയാണെന്നൊക്കെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുകയാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരു മരിച്ചു കിടക്കുന്ന ശരീരത്തിൻ്റെ ഒരു ഇന്ദ്രിയങ്ങളോ മനസ്സോ പ്രവർത്തിക്കില്ലല്ലോ. അപ്പം അതിൻ്റെ പിന്നിലുള്ള ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അതായത് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ഒന്നുമല്ല ഞാൻ എന്ന് പറയുന്നത് ഈ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും പിന്നിൽ അതിൻ്റെ ചൈതന്യമായി വർത്തിക്കുന്ന ആ പരമചൈതന്യമാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ അന്വേഷിക്കുകയാണ്. അതാണ് ഈ അനുമാനം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഭഗവാനെ അറിയാൻ ശ്രമിക്കാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ടേ.
ആ വിശേഷ ബുദ്ധി മനുഷ്യർക്കുണ്ട്. മനുഷ്യനിൽ വ്യക്തമായിട്ട് ഞാൻ ആൻ എന്ന ബോധം എപ്പോഴും ഉണ്ട്. അപ്പം ഈ രാഗദ്വേഷങ്ങളാകുന്ന ആ മറ മാറ്റി ശുദ്ധമാക്കിയിട്ട് നമ്മൾ ആ ഞാൻ എന്നുള്ള അനുഭവം, അതാണ് ഞാൻ, ശരിക്കുള്ള ഞാൻ എന്ന് നമ്മളെ മനസ്സിലായിട്ട് രാഗദ്വേഷങ്ങളാണുള്ള മറ മാറ്റിയിട്ട്, അതായത് മായാമറ മാറ്റി നമ്മളെ പൂർണ്ണമായി എപ്പോഴാണ് ഞാൻ പരമാത്മാവാണ് അല്ലെങ്കിൽ ആ ചൈതന്യം തന്നെയാണെന്ന് എപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത്, അതുതന്നെയാണ് ആത്മാനുഭവം. ആ മറ മാറിയാൽ ബ്രഹ്മം ശരിക്കും തെളിയും. മനുഷ്യന് മാത്രമേ ആ കഴിവുള്ളൂ, അത് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും, വിശേഷബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് വലിയ വലിയ ആൾക്കാർ തെളിയിച്ച വഴി കൂടെ നമുക്കും ഈ ഇങ്ങനെ യുക്തിയും നമ്മളുടെ അനുഭവവും നാല് പുറവും നോക്കി നമുക്ക് അതിനെ നല്ലോണം നമുക്ക് മനസ്സിലാക്കാൻ മുമ്പ് പൂർവ സൂര്യകൾ പോയ വഴിയിൽ നമുക്ക് പോവാനും ഒക്കെ സാധിക്കും മനുഷ്യന്, അല്ലേ? ഇനിയാണ് എന്ത് നമ്മളെ 24 ഗുരുക്കന്മാരെ പറ്റി പറയാൻ പോണത് കേട്ടോ. ഇനി അതായത് നമുക്ക് പിന്നെ നമ്മുടെ ഈ എല്ലാറ്റിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കണ ആ ചൈതന്യം ആണ് ഞാൻ, അതിനെ എനിക്ക് അന്വേഷിക്കണം. അല്ലാണ്ട് ഇന്ദ്രിയങ്ങളും മനസ്സും ഈ ജഡശരീരമല്ല എന്നറിഞ്ഞ് അതിനെ അന്വേഷിക്കാനുള്ള ബുദ്ധി മനുഷ്യനുണ്ട്, അല്ലേ? അതാണ് ഭഗവാൻ പറയാൻ കാരണം. അത്രമാം മാർഗയന്ത്യഥാ യുക്താ ഹേതുഭിരീശ്വരം ഗുഹ്യമാണേർ ഗുണേർലിംഗൈ അഗ്രാഹ്യമനുമാനത. അഗ്രാഹ്യമാണെന്ന് മനസ്സിലായ എന്തുകൊണ്ട്? മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട്. അപ്പം അതിനും അതീതായിട്ട് പോകണം. ഇനി അതായത് അത്രാപ്യുദാഹരന്തീമമിതിഹാസം പുരാതനം അവധൂതസ്യ സംവാദം യഥോരമിത തേജസ. അപ്പം ഇനി ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവധൂതൻ്റെ കഥ പറയാൻ പോവുകയാണ് എന്നാണ് 24 പറയുന്നത്. അപ്പം ഇനി തുടങ്ങുകയാണ് 24 ഗുരുക്കന്മാർ കേട്ടോ. അതുവരെ അത് ആ സന്ദർഭത്തിലേക്ക് വരികയായിരുന്നു നമ്മൾ. അത്രാപി ഈ വിഷയത്തിനെ സംബന്ധിച്ച് അവധൂതർക്കും അമിത തേജസ, നല്ല തേജസ്സുള്ളവർക്കും അല്ലെങ്കിൽ മഹാത്മാക്കൾക്കും യദുമഹാരാജനും തമ്മിൽ ഒരു സംവാദം ഉണ്ടായി. അതായത് യദുമഹാരാജാവും ഒരു അവധൂതനും തമ്മിൽ. അതാണ് ദത്താത്രേയൻ. ഇതം പുരാതനം, അത് വളരെ പണ്ടുണ്ടായതാണ് ഇതിഹാസം. ആ കഥയെ ഉദാഹരന്തി, ഞാൻ ഉദാഹരണമായിട്ട് പറയാമെന്ന്. അപ്പോഴാണ് പിന്നെ കൃഷ്ണൻ എന്ത് പറയണം? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതിനെ ഉദാഹരണമായിട്ട് ഞാൻ ഈ വിഷയത്തിൽ ഒരു ഉദാഹരണമായിട്ട് ഞാൻ അവധൂതൻ്റെയും മഹാപ്രഭാവശാലിയായിട്ടുള്ള യദുചക്രവർത്തിയുടെയും സംവാദം ഞാൻ അങ്ങയെ കേൾപ്പിക്കാം എന്ന് പറയണം. അതായത് മനുഷ്യൻ്റെ വിശേഷബുദ്ധി പരമാവധി പ്രയോജനപ്പെടുത്തി എങ്ങനെ ആത്മസാക്ഷാത്കാരം ലഭിക്കാം എന്ന് നാലുപുറം നോക്കിയിട്ട് ഗുരുക്കന്മാരെ നോക്കി നമുക്ക് എങ്ങനെ ആത്മസാക്ഷാത്കാരം, അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ അവധൂതനും യദുമഹാരാജാവും തമ്മിലുള്ള സംവാദം ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാൻ എന്ന് പറയാണ് 24 കേട്ടോ. എന്നിട്ടാണ് ഇനി അവധൂത സംവാദം തുടങ്ങുന്നത് 24 ഗുരുക്കന്മാരുടെയും. അപ്പോൾ ഈ ഭഗവാൻ അവധൂതം ദ്വിജം 24 വായിച്ച് 24 അത്രാപ്യുദാഹരന്തീമം ഇതിഹാസം പുരാതനം അവധൂതസ്യ സംവാദം യഥോരമിത തേജസഃ അവധൂതം ദ്വിജം കഞ്ചിച്ചരന്തമകുതോ ഭയം കവിം നിരീക്ഷ്യ തരുണം യദു പപ്രച്ഛധർമ്മവിദ്. ഇനിയാണ് അവധൂതനെ കാണുകയാണ് യദുമഹാരാജാവ്. അപ്പോൾ ഭഗവാൻ ആ പണ്ടുണ്ടായ കഥയിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നത് യദുമഹാരാജാവും അവധൂതൻ എന്ന് പറഞ്ഞാൽ ദത്താത്രേയനാണ്. ദത്താത്രേയനും തമ്മിലുള്ള സംവാദം. അവധൂതം ദിഗംബരനും കവിം വളരെ ജ്ഞാനിയും അകുതോ ഭയം ചരസ്തം, അതായത് എല്ലാ ദിക്കിലും നിർഭയനായിട്ട് സഞ്ചരിക്കുന്നവനും തരുണം യുവാവുമായ കഞ്ചിത് ദ്വിജം ഒരു ബ്രാഹ്മണനെ കണ്ട്, യുവാവാണ് കേട്ടോ, ഒരു ഭയമില്ല, സന്തോഷമാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ദിഗംബരനായിട്ടുള്ള ഒരു ജ്ഞാനി അവധൂതനെ കണ്ടപ്പോൾ ധർമ്മവിദ്, അവധൂത ധർമ്മങ്ങളൊക്കെ അറിഞ്ഞ യദുമഹാരാജാവ് പപ്രച്ഛ എന്താണ് ഇപ്രകാരം ചോദിച്ചു.
അതായത് യഥാൽ കാട്ടിൽ നടക്കവും യദു മഹാരാജാവ്. അപ്പോൾ ധർമ്മതത്വമൊക്കെ അറിയാം യദു മഹാരാജാവിന്, പക്ഷേ ആത്മസാക്ഷാത്കാരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ധർമ്മതത്വം അറിയുന്ന യദു മഹാരാജാവ് ഒരു ഭയമില്ലാതെ എല്ലാ ദിക്കിലും ഇങ്ങനെ സഞ്ചരിക്കുന്ന പരമജ്ഞാനിയായിട്ടുള്ള ഒരു നല്ല ചെറുപ്പമാണ്. അങ്ങനെയുള്ള ഒരു അവധൂത ബ്രാഹ്മണനെ കണ്ടിട്ട് അദ്ദേഹത്തോട് ഇപ്രകാരം ചോദിച്ചു എന്നാണ് 25 പറഞ്ഞത്. നമുക്ക് ഒന്നൊറ്റ ചെയ്യാം. അവധൂതം ദ്വിജം കഞ്ചിച്ചരന്തം അകുതോ ഭയം കവിം നിരീക്ഷ്യ തരുണം യദു പപ്രച്ഛ ധർമ്മവിദ്. ധർമ്മം അറിയുന്ന യദു മഹാരാജാവ് ഇപ്പുറം പപ്രച്ഛ ചോദിച്ചു. യദുരുവാച, യദു ചോദിക്കുകയാണ് അവധൂതനോടെ, അതായത് ദത്താത്രേയനോട്, കുതോ ബുദ്ധിരിയം ബ്രഹ്മ അകർത്തു സുവിശാരദ യാമാസാദ്യ ഭവാൻ ലോകം വിദ്വാംശ്ചരതി ബാലവത്. ബ്രഹ്മൻ, ഹേ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള മഹാത്മാവേ, അകർത്തു ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്കായിക്കൊണ്ട് ഒന്നും അങ്ങ് ചെയ്യണില്ല, വെറുതെ നടക്കുകയാണ്. ഇന്ദ്രിയ സുഖത്തിനായിട്ട് സാധാരണ ആൾക്കാരൊന്നും ചെയ്യണത് അങ്ങ് ചെയ്യണത് കാണാനില്ല. സുവിശാരദ, വളരെ സമർത്ഥമായ ഈ ബുദ്ധി കുതഹ, അങ്ങക്ക് എങ്ങനെ ഇങ്ങനൊരു ഇത്രയൊരു പ്രഭാവം ഉണ്ടായത്? യാം, ആ ബുദ്ധിയെ ആസാദ്യ ലഭിച്ചിട്ട് വിശ്വാൻ, ഈ ലോകം മുഴുവനെ അറിഞ്ഞിട്ടും ഭവാൻ താങ്കൾ ബാലവത് ഒരു കുട്ടിയെപ്പോലെ ലോകം ചരതി സന്തോഷമായിട്ട് ലോകം ചുറ്റുന്നു. അതാണ് അത്ഭുതം. എന്ത് തരം ജ്ഞാനം കൊണ്ടാണ് അതൊരു ഭയമില്ലാതെ തേജോമയനായിട്ട് ചുറ്റി നടക്കുകയാണ് അദ്ദേഹം. അപ്പം പറയണ ഇതാണ് ചോദിച്ചത്, എന്താ അല്ലയോ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള മഹാത്മാവേ, അങ്ങക്ക് ഈ തെളിഞ്ഞ ബുദ്ധി ഇപ്പം അങ്ങ് അനുഭവിക്കുക, കണ്ടാൽ തന്നെ തോന്നും അങ്ങക്ക് തെളിഞ്ഞ ബുദ്ധിയാണ്. ഈ തെളിഞ്ഞ ബുദ്ധി അങ്ങക്ക് എവിടുന്നാണ് കിട്ടിയത്? ഇങ്ങനെ ഈ ലോകത്തിൽ ഇത്രയും മായയിലൊക്കെപ്പെട്ടു എല്ലാവരും ഒഴുന്ന ഈ ലോകത്തിലെ മായയെപ്പറ്റിയൊക്കെ അറിഞ്ഞിട്ട് എങ്ങനെയാണ് അങ്ങ് ഒരു ചെറിയ കുട്ടിയെപ്പോലെ എപ്പോഴും സന്തോഷമായിട്ട് ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ എങ്ങനെ ഒരു കുട്ടിയെപ്പോലെ ഇങ്ങനെ നടക്കണത്? ഒരു ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണത് കാണുന്നില്ല ഞാൻ, അതാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം. കുതോ ബുദ്ധിരിയം ബ്രഹ്മൻ അകർത്തു സുവിശാരദ, ഒരു കർമ്മവും ചെയ്യില്ലേ. യാമാസാദ്യ ഭവാൻ ലോകം വിദ്വാംശ്ചരതി ബാലവത്, കുട്ടിയെപ്പോലെ സന്തോഷമായിട്ട് നിശ്ചിന്തനായിട്ട് നടക്കണം. പ്രായോ ധർമാർത്ഥകാമേഷു വിവിൽസായാം ച മാനവാഹ ഹേതുനൈവ സമീഹന്തേ ആയുഷോ യശശ്രിയഃ. മാനവാഹ, സാധാരണ മനുഷ്യന്മാരൊക്കെ മിക്കവാറും എല്ലാവരും ധർമാർത്ഥകാമേഷു, ധർമ്മം അർത്ഥം കാമം ഇങ്ങനത്തെ കാര്യങ്ങളിൽ വിവിൽസായാം, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഉപായങ്ങളെ അന്വേഷിക്കുന്ന കാര്യം, എപ്പോഴും ധർമാർത്ഥ കാമത്തിൻ്റെ പിന്നാലെ പോയിട്ട് ആയുസ് യശസ കീർത്തി ശ്രിയ ഐശ്വര്യം ഹേതുന ഇപ്രകാരം അതൊക്കെ കിട്ടാനായിട്ട് സമീഹതയെ പ്രവർത്തിക്കുന്നു സാധാരണ എല്ലാ ആൾക്കാരും. അതായത് അങ്ങിപ്പോൾ ഒരു എക്സെപ്ഷനാണെന്ന് പറയുകയാണ്. എനിക്ക് അത്ഭുതം ഉണ്ടായി. എന്താ വെച്ചാൽ സാധാരണ മിക്കവാറും എല്ലാ മനുഷ്യരും ഈ ധർമാർത്ഥ കാമങ്ങളെ ലഭിക്കാൻ ആഗ്രഹിച്ചിട്ട് എപ്പോഴും അതിനെപ്പറ്റി വറി ചെയ്യുക. എനിക്കത് കിട്ടണം, അത് ചെയ്യണം, എന്നിട്ട് അത് കിട്ടും, അത് അങ്ങനെ കാണണം, അങ്ങനെയാണ് കാണാറ്. അങ്ങേ കണ്ടിട്ട് അങ്ങനെ തോന്നണില്ല. അങ്ങ് ഒന്നിനു വേണ്ടിയും പരിശ്രമിക്കുന്നതായിട്ട് ഞങ്ങൾക്കിപ്പോൾ തോന്നണില്ല കണ്ടിട്ട്. അതായത് ധർമ്മം അർത്ഥം കാമം എന്തിലാണെങ്കിലും എന്തെങ്കിലും കിട്ടാനായിട്ട് എല്ലാവരും പ്രവർത്തിക്കുന്നത് കാണാം. അങ്ങനെ ആയുസ്സും യശസ് ശ്രീ ഇതിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും എന്തെങ്കിലും സകാമായിട്ട് പ്രവൃത്തി ചെയ്യുന്നതാണ് മിക്കവാറും എല്ലാവരും. സകാമായിട്ട് ചെയ്യും, അതിനൊരു ഫലം കിട്ടണം വിചാരിച്ചിട്ട് പ്രവർത്തിക്കണവരെയാണ് ഞാൻ ഈ ലോകത്തിൽ മുഴുവൻ കാണുന്നത്. അങ്ങ് അതിന് വിപരീതമായിട്ടാണല്ലോ എന്ന് പറയുകയാണേ.
പ്രായോ പ്രായണ വെച്ചാൽ എല്ലാവരും, മിക്കവാറും എല്ലാവരും പ്രായോ ധർമാർത്ഥകാമേഷു വിവിത്സായാം ച മാനവാഹ, സാധാരണക്കാരെ ഹേതുനൈവ സമീഹന്തേ ആയുഷോ യശസ്ശ്രിയ, ആയുസ് അങ്ങനെ മുഴുവൻ അങ്ങനെ കഴിച്ചു കൂട്ടണു. ത്വം തു കൽപ്പകവിർദക്ഷ സുഭഗോമൃതഭാഷണ ന കർത്താ നേഹസേ കിഞ്ചിജ്ജഡോന്മത്ത പിശാചവത്. എന്നാ അങ്ങ് അത്ഭുതമാണ്. ത്വം തു അങ്ങാകട്ടെ കൽപ്പ ശക്തൻ, കവി, വളരെ അറിവുള്ള ആളെ, ജ്ഞാനി, ദക്ഷ നല്ല സമർത്ഥൻ, സുഭഗ സുന്ദരൻ, അമൃതഭാഷണ നല്ല അമൃത് പോലുള്ള വാക്ക് പറയണ ആള്, ജഡോന്മത്ത പിശാചവത് പിന്നെ ചൈതന്യം ഇല്ലാത്ത ആളെ പോലെ, ദിഗംബരനൊക്കെ അവധൂതനല്ലേ, വൃത്തിയായി നടക്കണമെന്നില്ല. പിന്നെ ഒരു ഭ്രാന്തനെ പോലെയും ഒരു പിശാചിനെ പോലെയൊക്കെ ഇരിക്കണ്ട കണ്ടാൽ. പക്ഷേ കിഞ്ചിത് ഈഹസൗ, ഒന്നിനെയും ആഗ്രഹിക്കില്ല അങ്ങ്. എന്നാ കർത്ത, ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ട് അത് സാധിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണമില്ല. എന്നാ കർത്ത ഒന്നും ചെയ്യണമില്ല. അതല്ലേ അത്ഭുതം. ബാക്കിയുള്ളവരൊക്കെ ഇതിനു വേണ്ടി നടക്കുന്നതാണ് കാണുന്നത്. എന്നാൽ അങ്ങേ കണ്ടാലോ എല്ലാം അറിയണ ഒരാളാണെന്ന് തോന്നും നമുക്ക്. നല്ല സമർത്ഥൻ, നല്ല ബുദ്ധിയുള്ള ആളാണ്, മഹാത്മാവാണ്, സുന്ദരനാണ്, യുവാവാണ്, നല്ല വാക്കുകൾ പറയാൻ അമൃത ഭാഷണമാണ്. എന്നാ അങ്ങ് വിശേഷിച്ചൊന്നും ചെയ്യണില്ല, ഒന്നും ആഗ്രഹിക്കണമില്ല. അതെനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടെന്ന് പറയാണ്. ചെറുപ്പല്ലേ, കണ്ടാൽ സുന്ദരനാണ്, നല്ല അറിവുണ്ട്, എന്നാ വേഷത്തിലും ഭൂഷത്തിലും ഒക്കെ ഒരു ചൈതന്യവും ഒന്നും കാണിക്കണില്ല. പക്ഷേ ഒന്നിനെയും ആഗ്രഹമില്ല, സന്തോഷമാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നും. ഒന്നിനെയും ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യണമില്ല, നിഷ്കർമ്മം, അതായത് ഒന്നും ചെയ്യാതിരിക്കുകയാണ്. എന്നാലും ഭയങ്കര സന്തോഷം. എന്നാൽ അറിവില്ലാഞ്ഞിട്ടാണോ? ഭയങ്കര ജ്ഞാനിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതെനിക്ക് അത്ഭുതം ആവുണ്ട് എന്ന് പറയാണ്. അതായത് ജ്ഞാനിയാണ്, സമർത്ഥനാണ്, സുന്ദരനാണ്, നല്ല മധുരമായിട്ടുള്ള വാക്കുകൾ പറയാൻ കഴിവുള്ള ആളാണ്. എന്നിട്ടും അങ്ങ് ഒന്നും ആഗ്രഹിക്കണില്ല. ആ ആഗ്രഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യണമില്ല. എന്നിട്ട് എന്താ, ഒരു ബുദ്ധിയില്ലാത്ത ജഡനെ പോലെ, അല്ലെങ്കിൽ ഭ്രാന്ത് ആയിട്ടുള്ള ആളെ പോലെ, അല്ലെങ്കിൽ ഒരു പിശാചിനെ പോലെ വൃത്തിയായിട്ടൊന്നും നടക്കില്ല. അങ്ങനെ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണം. അത് ചെയ്യാം. ഞാൻ വായിച്ചില്ലേ, അപ്പോൾ ഒന്നുകൂടി വായിക്കാം. ത്വന്തു കൽപ്പകവിർദക്ഷ സുഭഗോമൃതഭാഷണ ന കർത്താ നേഹസേ കിഞ്ചിത് ജഡോന്മത്ത പിശാചവത്. അപ്പോൾ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.